ഉറങ്ങിപ്പോയി ഗായ്സ്. നമുക്ക് ഈ ജന്മത്തിൽ ഇതുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും എന്നെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫുഡാണ് ഉണ്ടാക്കിയത്, കഞ്ഞിയും പയറുമാണ്. അപ്പം നമ്മൾ അവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കിയ സ്ഥലമാണിത്. കാരണം ഗൈസ് ഇപ്പം വീടിൻ്റെ അവസ്ഥ. ഇന്ന് നമ്മുടെ ബ്ലോഗിനകത്ത് നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ചുണ്ടാക്കിയത്. അപ്പം നമ്മൾ ഫുള്ള് എടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വെച്ചാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഇതാണ്. നമ്മൾ ഉണ്ടാക്കിയത് കഞ്ഞിയും പയറും. അപ്പം നമുക്ക് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം. തുടങ്ങിക്കോ. ഒരു കാര്യമുണ്ട്, ഇത് കഴുകണ്ടേ? ഇത് കഴുകണ്ട, അത് പേപ്പർ ആരെങ്കിലും കഴുകൂ. ഇതിനകത്തിച്ച് വെള്ളം വെച്ച് തൂക്കണ്ടേ? എനിക്ക് നല്ല പേപ്പറാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാൻ കോരിക്കോ കോരിക്കോ. കഞ്ഞി ആർക്കൊക്കെ വേണ്ട? കഞ്ഞിയുടെ ഇതില് കഞ്ഞി അതിൻ്റെ അകത്ത് തന്നെ കിടക്കട്ടെ, ചോറ് മാത്രം അതിൻ്റെ അകത്ത് കിട്ടാം. ഇവിടെ കുറേ ഉണ്ടല്ലോ. ഇത് 4-6 പേർക്ക് കഴിക്കാൻ മാത്രമുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും വിളമ്പാം. അപ്പം കുഞ്ഞുമോന് വിളമ്പിക്കൊടുക്കും. ഇപ്പം തിന്നല്ല ഏട്ടാ. ചേട്ടന്മാര് പ്രാണി ഉറുമ്പ് എന്തൊക്കെ ഇനി വായിപ്പോ. ഓക്കെ, ഇനി വാക്ക് നോക്കി ചോക്ക്. കഞ്ഞിയാണോ? ജോഷയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ചോറ് പച്ച, ചോറ് പയറും പച്ച. തിന്നോക്ക്. അപ്പൊ നമ്മള് കുഞ്ഞുമോന്റെ റിയാക്ഷൻ ആണ് നോക്കുന്നത്. ഇവന്റെ ഇവൻ നല്ല റിയാക്ഷൻ പറഞ്ഞു. പയറൊട്ടും എന്താ ചോറൊന്നും കൊള്ളൂല. അമ്പൂട് റിയാക്ഷൻ. അപ്പം ഗൈസ് ഒന്നും പറയില്ല, നമുക്ക് കഴിച്ചു നോക്കാം. തൈരും കൂടെ കുടിക്കാൻ എടാ മറ്റേത് ഉപ്പ് നമുക്ക് കൂടാം. ഉപ്പിട്ടോ. മതി, അത്രയൊക്കെ മതി. ഭയങ്കര ഉപ്പായി. ഗൈസ് ഞാനും കഴിച്ചു നോക്കാം. എന്റെ പാത്രം മാറി. നല്ല ரொம்ப நல்லா இருக்கு. ഇനി നമ്മുടെ മെയിൻ സാധനം തൈര്. ഉപ്പ്, ചോറ്, പയറ്, തൈര് ரொம்ப நல்லா இருக்கு. നമ്മുടെ ചോറ് നല്ല ലാസ്റ്റ് എനിക്ക് വല്ല ബാക്കി വരുമോ എനിക്ക് സംശയമുണ്ട്. കൊറേ ഉണ്ടോ, പേടിക്കണ്ട.